അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയുള്ള അടിപൊളി ഒരു ഐഡിയ ആയിട്ടാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് പീസാണ്. അത്യാവശ്യം കട്ടിയുള്ള പീസ് തന്നെ എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഫോം ബോർഡ് ഉള്ളത് കൊണ്ട് അതാണ് എടുക്കുന്നത്. നിങ്ങൾ കാർഡ്ബോർഡ് പീസ് തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലുള്ള ഒരു പീസാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ 4 വശത്തേക്കും 4 പീസും കൂടി വേണേ. ഇതേപോലുള്ള പീസാണ്. ഇനി ഈ പീസിനെല്ലാം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ കവർ ചെയ്യാനായിട്ട് പാറ്റേൺ പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ പാറ്റേൺ പേപ്പർ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പോയി സെർച്ച് ചെയ്താൽ ഒരുപാട് ഫോട്ടോസ് വരും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് A3 ഷീറ്റിൽ പ്രിൻ്റ് എടുത്താൽ മതിയേ. ഞാനിപ്പോൾ അതേപോലെ പ്രിൻ്റ് എടുത്തിട്ടുള്ള ഷീറ്റ് കേട്ടോ ഇത്. ഇനി ഇതൊന്ന് ഇതിൽ കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാതെ കുറേശ്ശെ അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഷീറ്റ് ഉണ്ടല്ലോ, പാറ്റേൺ ഷീറ്റ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഒട്ടിച്ചെടുക്കുമ്പോൾ ചുളിവൊന്നും വരരുത് കേട്ടോ. ചുളിവൊന്നും വരാത്ത രീതിയിൽ നിവർത്തി പിടിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ബാക്കിലേക്കായിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ ഇതേപോലെ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ 4 പീസും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് കളർ പേപ്പറാണ് എടുക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള കളർ പേപ്പർ എടുക്കുക കേട്ടോ. അത് ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ 4ഉം ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. പിന്നെ ചാർട്ട് പേപ്പറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ചാർട്ട് പേപ്പർ ആകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കളർ പേപ്പർ തന്നെ വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്തെടുത്താൽ മതിയേ. പിന്നെ ഞാൻ എടുക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ബാക്കി 2ഉം കൂടി കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിത് ഫോട്ടോ ഫ്രെയിം ആട്ടോ സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് ഫോട്ടോസിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഞാനിത് കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ആ പ്രിൻ്റ് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ടിയുള്ള ഗ്ലേസിംഗ് ഉള്ള പേപ്പർ ഷീറ്റിലാട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇത് A3 ഷീറ്റിൽ തന്നെയാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. A3 ഷീറ്റിലാകുമ്പോൾ നമുക്ക് എത്ര കുറച്ച് ഫോട്ടോസ് അധികം തന്നെ അതിൽ പ്രിൻ്റ് എടുക്കാമല്ലോ. പിന്നെ സൈസ് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഏത് സൈസിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസൊന്ന് ഫോട്ടോൻ്റെ സൈസൊന്ന് പറഞ്ഞു കൊടുത്താൽ ആ പ്രിൻ്റർ ഷോപ്പിലുള്ളവർ അതേപോലെ തന്നെ ചെയ്തു തരും കേട്ടോ. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഫോട്ടോസ് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ ഫോട്ടോസൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ 2 ഫോട്ടോസും കൂടി എടുത്തിട്ടുണ്ട്. അത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്കും എടുക്കാം കേട്ടോ. ഇനി അതും കൂടി ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ചൂട് ത്രെഡ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കൂടി കാണുമ്പോൾ മനസ്സിലാവേ. അപ്പോൾ ഞാൻ ചൂട് ത്രെഡിന് പകരം ഇതേപോലുള്ള ത്രെഡാണ് എടുക്കുന്നത്. അതാകുമ്പോൾ കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെടുത്തതേ ഉള്ളൂ. ജൂട്ട് ത്രെഡ് തന്നെ എടുത്താൽ മതി കേട്ടോ. ജൂട്ട് ത്രെഡ് ആകുമ്പോഴും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുമ്പോൾ ബാക്കിൽ എല്ലാ വശത്തും ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലൂ അപ്ലൈ ചെയ്താൽ ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ജൂട്ട് ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലുള്ള ക്ലിപ്സ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ഇത് ഒരു പാക്കിൽ 12 ഉണ്ടാവും കേട്ടോ. അത് ആമസോണിലും അതേപോലെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഈ ക്ലിപ്പിൻ്റെ ചെറിയ ക്ലിപ്പ് വരുന്നുണ്ട് കേട്ടോ. അത് വാങ്ങുകയാണെങ്കിൽ അതാട്ടോ ബെറ്റർ. അപ്പം എൻ്റെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ട് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറുതാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിലും ഒന്ന് ചെറുതാകുമ്പോൾ അങ്ങനത്തെ ക്ലിപ്പ് അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ അടിപൊളിയായിട്ടില്ലേ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലാക്ക് പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മിഡിലായിട്ട് ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ, ആ ബോർഡിൻ്റെ മിഡിലായിട്ട് വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. ഇതേപോലെ 4 വശവും ഇതേപോലെ മിഡിലായിട്ട് കേട്ടോ. ബ്ലാക്കിൻ്റെ മിഡിലാണ് ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ ആ സംഭവം വരുന്നത്. മിഡിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞാനിത് ഹസ്ബൻഡ് വരുമ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കുഞ്ഞ് സർപ്രൈസ് ആയാലും അത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ. അപ്പോൾ അത് ടേബിളിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ ഞാനൊരു പൊക്ക റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. 2 ഭാഗവും ഒരേ സൈസിലുള്ള ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കോണായിട്ടൊന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ റെഡ് ഫ്ലവർ ഉണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കിടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക എന്താ പറയുക ഒരു ഫീലിംഗ് അല്ലേ. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ടീ പൗഡറിൻ്റെ ആ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
ഈ 3 ഭാഗം മതി കേട്ടോ. ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലത് ഒരു കളർഫുള്ളാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഗിൽറ്റർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. താഴെ ഭാഗം, ബോക്സിൻ്റെ താഴെ ഭാഗം കവർ ചെയ്യുന്നില്ലേ, അപ്പോൾ ഗിൽറ്റർ പേപ്പർ ഗ്ലൂ സ്റ്റിക്കറുള്ള ടൈപ്പും ഉണ്ട്, സ്റ്റിക്കർ ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റിക്കറുള്ള ടൈപ്പാണ്. അതാകുമ്പോൾ പിന്നെ വേറെ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒട്ടിക്കുമ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കില്ലേ, അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇതിൽ നിന്ന് കുറച്ച് അധികമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഒട്ടിക്കുമ്പോൾ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാനാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് എന്താണോ സെറ്റ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സീഡ്സ് ആയാലോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യുന്ന ആ ഫോട്ടോ അല്ല, ആ ഒരു ഭാഗം എന്നോട് വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇനി അടുത്തത് ഇതേപോലെയുള്ള ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ചോക്ലേറ്റിന് അത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. 4 ചോക്ലേറ്റ് ഈ ഒരു രീതിയിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി ഈ സ്റ്റിക്ക് ചെയ്ത ചോക്ലേറ്റിനൊന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്യാനായിട്ട് ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ചിട്ട് ഇതേപോലെ റോളാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കവർ എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോകുന്നില്ല കേട്ടോ. ഇനി അതിൻ്റെ മിഡിലായിട്ട് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചൂടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഞാനത് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ആദ്യം ചുറ്റിയത്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലൂ ഗൺ എടുത്ത് മാറ്റിയിട്ടു. ഗ്ലൂ ഗൺ കൊണ്ട് പിന്നെ ഒട്ടിച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ആർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ലുക്കാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്സ് ആണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ, ഇങ്ങനെ നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി അടുത്തത് ചെയ്യുന്നത് ഈ ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ്. ഈ ചോക്ലേറ്റ്സ് ഇതേപോലെയുള്ള ചാർട്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് ഡബിൾ സൈഡ് തന്നെ വെക്കുക. എന്നിട്ട് ഓരോന്നും ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അതും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവർക്കൊരു സർപ്രൈസ് ആകുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയേ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതാ സാറ്റൻ റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ജൂട്ട് ത്രെഡ് അല്ലേ വെച്ചത്, അതിന് പകരമായിട്ട് സാറ്റൻ റിബൺ വെച്ചിട്ട് ഇതിൻ്റെ മിഡിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതും കഴിഞ്ഞ് ഇനി അടുത്തത് ചെയ്യുന്നത് എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതി കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ളൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അത്യാവശ്യം എത്ര സൈസ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ 3 പാർട്ടാക്കി എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഓരോ ഷീറ്റിനെ കൈ വെച്ചിട്ട് അതിൻ്റെ തുമ്പൊക്കെ കത്രിക കൊണ്ടല്ലാതെ കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് എഴുതി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് ആണെങ്കിൽ അതിന് പറ്റിയ കോഡ്സ്, അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് അതിന് ഏതാണോ വേണ്ടത് അതിന് പറ്റിയിട്ടുള്ള കോഡ്സ് എഴുതി കൊടുക്കുക. ഞാൻ പേപ്പർ പഞ്ച് വെച്ചിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹാർട്ട് ഷേപ്പൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇതിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഏത് കോഡ്സ് ആണോ വേണ്ടത് ആ കോഡ്സും കൂടി ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഞാൻ കോഡ്സ് എഴുതുമ്പോൾ മോളും കൂടി വന്നിട്ട് ഈ ഓരോ കളർ ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള കളറിൽ നമുക്കതൊക്കെ എഴുതിയിട്ട് പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഈ ഹോളിട്ടില്ലേ അവിടെ നമുക്ക് ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഏതെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതും വളരെ സിമ്പിളാണ്. വേഗം തന്നെ അതും ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതെല്ലാം ഒന്ന് ടേബിൾ സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങളടുത്ത് വേറെ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതും കൂടി സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള വേറൊരു ഫോട്ടോ ഉണ്ടായിരുന്നേ. ആ ഫോട്ടോ ചെയ്യുന്നത് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് അതിൽ മൂലം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് സെറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മളിതൊക്കെ ഒന്ന് ടേബിൾ സെറ്റ് ചെയ്യണേ. അപ്പോൾ സെറ്റ് ചെയ്ത് വരുമ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസ് ആവുമല്ലോ. ഇനി സർപ്രൈസ് ആവോ ഇല്ലേ എന്നൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടേബിൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടേബിൾ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ കുട്ടി സർപ്രൈസൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. നമ്മൾ ഗിഫ്റ്റിൻ്റെ വലിപ്പമല്ലല്ലോ നോക്കേണ്ടത്,
ചെറിയ ഗിഫ്റ്റായാലും അത് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാകുമ്പോൾ അതിന് പ്രത്യേക ഒരു എന്താ പറയുക പ്രത്യേക ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഹസ്ബൻഡിനും മക്കൾക്കും ഒക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കുമ്പം അവർക്കും സന്തോഷമാവും നമുക്കും സന്തോഷമാവും. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുക. പിന്നെ സർപ്രൈസ് ആയോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.